നമുക്കിതിങ്ങനെ പുരട്ടി ഒരു ഇച്ചിരി നേരം വെക്കണം കേട്ടോ. ഹലോ, ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നതേ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ ചിക്കൻ കറി ഒരുപാട് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ചിക്കൻ കറി ഒന്നുമല്ല ഇത്. നമ്മുടെ നാട്ടിൽ ഇത് അധികം ആരും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. ഒരു നല്ല സൂപ്പർ, അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി. അത് ഉണ്ടാക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പത്തിൻ്റെ കൂടോ പത്തിരിയുടെ കൂടോ ഇടിയപ്പത്തിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ഫസ്റ്റ് ഒരു ചിക്കൻ കറി. അത് ഉണ്ടാക്കാനായിട്ടാണ് വന്നേക്കുന്നത്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ എല്ലാം കഴുകി ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, എല്ലില്ലാതെ നല്ല ഇത് തന്നെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതാ മൈദാമാവാണ് കേട്ടോ. ഇതാ ഒരു 2 സ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 1.5 സ്പൂൺ മൈദാമാവ്. പിന്നെ കോൺഫ്ലവർ പൊടി അതൊരു 1.5 സ്പൂൺ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് കുരുമുളക് പൊടി. പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്ന കറിയല്ല കേട്ടോ, അതുകൊണ്ട് കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കണം. കുഞ്ഞു സ്പൂണാണ്, അതിന് 1 സ്പൂണ് കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വിരവി റെഡിയാക്കി കൊടുക്കാം. നമുക്കിതിങ്ങനെ പുരട്ടി ഒരു ഇച്ചിരി നേരം വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് പുരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കണം. വെച്ചിട്ട് വേണം നമുക്കിത് വറക്കാനായിട്ട്. വറുത്തെടുക്കേണ്ട സാധനമാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കണ്ട വീഡിയോ കണ്ടിട്ട് ഞാനിത് വേറെ 1-2 പേരുടെ വീഡിയോ, 2 പേരുടെ വീഡിയോ കണ്ടുള്ളൂ. 2 പേരെ ഇട്ടിട്ടുള്ളൂ വീഡിയോ കേട്ടോ. അവരുടേത് ഞാൻ അടിച്ചു മാറ്റിയതാണിത്. ഇതുവരെ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കറി കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാനത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. ഇങ്ങനെ നമ്മുടെ ചിക്കൻ വറക്കാനായിട്ട് നമ്മളിതാ ഗ്യാസ് ഒഴിച്ചൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ചിക്കൻ അങ്ങോട്ട് വറക്കാൻ ഇട്ടാലോ. ഇതാ ഓരോ പീസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ അവർക്ക് ഇത് വെളുത്തിരിക്കുന്നതിനൊന്നും പരട്ടിയില്ല. കുരുമുളക് പൊടിയെ പുരട്ടിയിട്ടുള്ളൂ. പിന്നെ അതേ പുരട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് ഇതിൻ്റെ. ഇത് വറുത്ത് കോരിയിട്ട് നമുക്കിതിൽ ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ ഇതിലേക്ക് വെച്ചിട്ടേ നമുക്കൊന്ന് വയറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എളുപ്പം നമ്മുടെ പരിപാടി കഴിയും. വളരെയധികം നശിപ്പിക്കണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്നോടൊക്കൊന്ന് വീഡിയോ കാണിച്ചേക്കാം, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ മൂത്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ഇപ്പുറത്ത് തീ കത്തിച്ചിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. പുറത്ത് വെച്ചുള്ള കുക്കിങ് നമുക്ക് കാറ്റടിക്കുമ്പോൾ ഗ്യാസ് ഇങ്ങനെ ഒരു പേടി തോന്നും. അപ്പോൾ ഇതാ ആ പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ പ്രധാനം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയൊന്നുമല്ല. വറക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തു. ബാക്കിയെല്ലാം നെയ്ക്കകത്തിലാണ് ഇതിൻ്റെ സംഭവം. ഒന്നും പറഞ്ഞ ആരും അധികം ചേർക്കണ്ട. അതിലേക്ക് ഇതാ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണേ. വാ, ഞാനിതിപ്പോൾ എല്ലില്ലാത്ത 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലോട്ട് ഇതാ നമ്മുടെ ഇഞ്ചി അരിഞ്ഞത്, ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ എരിവ് കേട്ടോ. ഇതും കുരുമുളക് പൊടിയാണ് എരിവ്. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കരിയണ്ട, ചുമക്കണ്ട, അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ കളറൊക്കെ മാറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മുടെ സവാള വെള്ള സവാളയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 കപ്പ് കശുവണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചിട്ട് ഓടി വരാം മിക്സിയിലോട്ട് ഇട്ടിട്ട്. ഈ കറിക്ക്, ഈ ചിക്കൻ കറിക്ക് ചേർക്കാനായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഞാനപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് ഓടി വരാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരി കഴിഞ്ഞു. ഇതാ അടുത്തത് നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലെന്താ ചേർക്കുന്നതെന്ന് അറിയാവോ? പാലൊഴിക്കുകയാണേ. ഇത് നമ്മളൊരു 3/4 കപ്പ് പാലൊഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ കശുവണ്ടി പൊടിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി കശുവണ്ടിപ്പൊടി പാല് ഒഴിച്ച് കശുവണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അടി പിടിക്കാൻ പാടില്ല. പെട്ടെന്ന് കട്ടിയാവും, അടി പിടിക്കും. അതുകൊണ്ട് അടി പിടിക്കാൻ പാടില്ല. ഇനി നമ്മുടെ ചിക്കൻ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി റെഡിയായി വരട്ടെ. ഇത് എല്ലാം കൂടി ഒന്ന് തിളച്ച ഒന്ന് കുറുകി വരണം കേട്ടോ. വന്നിട്ട് നമുക്കിനി ഇത് കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഇനി നമുക്കിതൊന്ന് ഒന്ന് അലങ്കരിച്ചാൽ മാത്രം മതി. നമുക്കൊന്ന് ആ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാമല്ലോ. അല്ല ഇനി അടുപ്പ് വെച്ചൊന്നും ചെയ്യാനില്ല. ഞാനിതിന് ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നല്ല നെയ്യുടെ ടേസ്റ്റ്, നല്ല പാലിൻ്റെ ടേസ്റ്റ്, കുരുമുളക് പൊടിയുടെ എരിവുണ്ട്, പച്ചമുളകിൻ്റെയൊക്കെ. തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇതാ നമ്മുടെ കറി ഉണ്ടല്ലോ. ഇതാ ഇങ്ങനെ ഗ്രേവി, ഇത്ര ഗ്രേവി വേണം കേട്ടോ. ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുവും. ഇത്ര ഗ്രേവി വേണം. ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ബാക്കി ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള ഇച്ചിരി കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാമല്ലോ നമ്മുടെ കറി. ഇതാ കണ്ടോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? കഴിക്കണമെന്ന് തോന്നില്ല. ഇനി അപ്പം കൂടി ഇപ്പം ഞാൻ ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ കൊതി വരും. കണ്ടോ? ഇതിന് വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടല്ലോ എന്ത് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ചേർത്തേക്കുന്നത്. എന്ത് പെട്ടെന്ന് പണി കഴിഞ്ഞു. ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനം. ഇനി നമ്മൾ ഇതിനകത്തിൽ എന്താ ചേർക്കുന്നതെന്ന് അറിയാമോ? ഒരു ശകലം ഒറിഗാനോ ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. ആകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതെ ഇതൊരു അറബി ഡിഷാണ് കേട്ടോ. അവർക്കൊക്കെ ഇത് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അത് എനിക്ക് ഒരു പുള്ളിക്കാരി യൂട്യൂബിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ രശ്മി ചിക്കൻ എന്നാണ് ഇതിന് പുള്ളിക്കാരി പേര് പറഞ്ഞത്. പുള്ളിക്കാരിയുടെ പേരും രശ്മി എന്നാണ്. രശ്മി എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ പുള്ളിക്കാരിയുടെ കണ്ടിട്ട് ഞാനിത് ചെയ്തതാണ് കേട്ടോ. പിന്നെ വേറൊരാടെ കണ്ടിരുന്നു, പക്ഷേ ഇത് ഞാൻ ആ പുള്ളിക്കാരുടെ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അധികം എങ്ങും ആയിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട്. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്താണെന്ന് കാണിക്കണ്ടേ? അപ്പം ചൂടണ്ടേ നമുക്ക്? ഇപ്പം ഞാൻ അപ്പം ചുട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അപ്പമാവ് രാവിലെ അരച്ച് വെച്ചതാണ് കേട്ടോ. അത്ര ഞാൻ ഈസ്റ്റ് ചേർക്കാതെ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് അരച്ച് വെച്ചതാണ്. അതുകൊണ്ട് അത്ര കറക്റ്റായോ എന്ന് ചോദിച്ചാൽ കുറച്ച് നേരം കൂടി ഇരിക്കേണ്ടി വരും. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇത്ര പൂ പോലെ കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ രശ്മി ചിക്കൻ കറിയും പാലപ്പവും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ കാണാം.